വീണ്ടും വാർത്തകളിലേക്ക് സ്വാഗതം. മൂന്നാം മോദി മന്ത്രിസഭയിൽ ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദയും അംഗമായതോടെ പുതിയ അധ്യക്ഷനെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമാണ് ബി.ജെ.പിയിൽ. 2023 ജനുവരി വരെയായിരുന്നു നദ്ദയുടെ കാലാവധിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ജൂൺ വരെ നീട്ടുകയായിരുന്നു ആ കാലാവധി. സി.ആർ. പാട്ടീൽ, ശിവരാജ് സിംഗ് ചൗഹാൻ, ഭൂപേന്ദ്ര യാദവ് തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം മോദിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങളായതോടെ പുതിയ അധ്യക്ഷൻ ആരെന്നതിൽ പല പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ശരത് കെ ശശിയുണ്ട്. ആ സാധ്യതകളെ പറ്റി നമ്മളോടൊപ്പം പറയാൻ. ശരത്ത്, ഇതിലിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായൊരു നീക്കം കഴിഞ്ഞ മോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായിരുന്ന, അതായത് കഴിഞ്ഞ തവണ സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് ക്യാബിനറ്റ് മന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുള്ള അനുരാഗ് സിംഗ് ഠാക്കൂറിന്, അദ്ദേഹം ഹിമാചലിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ്, അനുരാഗ് സിംഗ് ഠാക്കൂറിന് ഈ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല. അനുരാഗ് സിംഗ് ഠാക്കൂറിനെ ഈ ബി.ജെ.പി. ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ട്. മറ്റാരുടെയൊക്കെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്? പിന്നിൽ അനുരാഗ് സിംഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ളയാളാണ്. ജെ.പി. നദ്ദ കഴിഞ്ഞ 6 വർഷക്കാലം ബി.ജെ.പി. സംസ്ഥാന ദേശീയ അധ്യക്ഷനായി അദ്ദേഹം ചുമതല നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഹിമാചൽ പ്രദേശുകാരനായ ബി.ജെ.പി. ദേശീയ അധ്യക്ഷന് ശേഷം വീണ്ടും അതേ സംസ്ഥാനത്ത് നിന്നും ഒരു ദേശീയ അധ്യക്ഷൻ എന്ന സാധ്യത വളരെ കുറവാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അനുരാഗ് ഠാക്കൂറിനേക്കാൾ സീനിയറായ നിരവധി നേതാക്കൾ ബി.ജെ.പിക്കുണ്ട് രണ്ടാം നിരയിൽ. അതുകൊണ്ട് തന്നെ അനുരാഗ് ഠാക്കൂറിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ജെ.പി. നദ്ദ ഇനി കേന്ദ്ര ക്യാബിനറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പദവി ഒഴിയേണ്ടുന്ന സമയമായി. ജനുവരിയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എക്സ്റ്റൻഷൻ നൽകി ആ കാലാവധി ജൂണിൽ അവസാനിക്കാനും വേണ്ടി പോകുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി അദ്ദേഹം ഒഴിയേണ്ടി വരുമെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ആ മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വരെയുള്ള സമയങ്ങളിൽ പല നേതാക്കളുടെ പേരുകളായിരുന്നു ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ അമിത്ഷാ ഉണ്ടായിരുന്നു, നിർമ്മല സീതാരാമൻ ഉണ്ടായിരുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ടായിരുന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ടായിരുന്നു. ഈ നേതാക്കളെല്ലാവരും സാധ്യതാ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നേതാക്കളാണ്. പക്ഷേ ഇവരെല്ലാവരും ക്യാബിനറ്റിലേക്ക് വന്നതോടുകൂടി മറ്റു പേരുകൾ ചർച്ചകളിലേക്ക് വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നേരത്തെ ഈ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളായി ദേശീയ രംഗത്ത് തിളങ്ങി നിന്ന ഈ നേതാക്കളെല്ലാം ക്യാബിനറ്റിലേക്ക് വന്നതോടുകൂടി രണ്ടാം നിര നേതാക്കൾ, അല്ലെങ്കിൽ അത്ര ദേശീയ ശ്രദ്ധ ആകർഷിക്കാത്ത മറ്റ് നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ആരായിരിക്കും എന്ന ചർച്ച നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേരെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയാണ്. വിനോദ് താവ്ഡെ ഇപ്പോൾ ജെ.പി. നദ്ദയ്ക്ക് ശേഷം പാർട്ടി ആസ്ഥാനത്തെ സംഘടനാ കാര്യങ്ങളെല്ലാം വളരെ സജീവമായി നിർവഹിക്കുന്നയാളാണ്. ജനറൽ സെക്രട്ടറിമാരിൽ ഏറ്റവും ശക്തനായ ഒരു ജനറൽ സെക്രട്ടറി, അതാണ് വിനോദ് താവ്ഡെ. അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി നിൽക്കുന്നുണ്ട്. ഈ പല നേതാക്കളെയും മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരുനീക്കങ്ങളിൽ പ്രധാന റോൾ വഹിച്ച ആളാണ് ഈ വിനോദ് താവ്ഡെ. അതുപോലെ തന്നെ മറ്റൊരാൾ എന്നത് സുനിൽ ബൻസാലാണ്. സുനിൽ ബൻസാൽ ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അവിടെ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എങ്കിലും നേരത്തെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ സംഘടനാകാര്യ സെക്രട്ടറി എന്നുള്ള നിലയിൽ സുനിൽ ബൻസാലിന് വലിയ റോൾ വഹിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പശ്ചിമ ബംഗാൾ, ഒഡീഷ, തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സുനിൽ ബൻസാലിനും തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പാർലമെൻ്ററി തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ തന്നെ ചരിത്രത്തിൽ വലിയ കൃത്യമായ ഒരു ട്രാക്ക് റെക്കോർഡ് സൂക്ഷിക്കാൻ സംഘാടകൻ എന്നുള്ള നിലയിൽ സുനിൽ ബൻസാലിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെറിറ്റ് പോയിന്റായി നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഒ.ബി.സി. മോർച്ചയുടെ ദേശീയ അധ്യക്ഷനായ കെ ലക്ഷ്മണിൻ്റെ പേരാണ്. കെ ലക്ഷ്മൺ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സമവായത്തിൻ്റെ ഭാഷയും അതുപോലെ തന്നെ കർശനമായി നിലപാട് സ്വീകരിക്കേണ്ട ഇടങ്ങളിൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് എന്ന് പൊതുവെ പാർട്ടി വിലയിരുത്തുന്ന, പാർട്ടി നേതാക്കൾക്കിടയിൽ അഭിപ്രായമുള്ളയാളാണ്. ഈ പേരുകാരൊക്കെ തന്നെ ഏതായാലും പ്രധാനപ്പെട്ട ആദ്യം സാധ്യത കൽപ്പിക്കപ്പെട്ട ആളുകളെല്ലാം ക്യാബിനറ്റിലേക്ക് എത്തിയ പശ്ചാത്തലത്തിൽ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ജെ.പി. നദ്ദ പെട്ടെന്ന് ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സാധ്യത, ഈ ഒരു മാസമെങ്കിലും ചിലപ്പോൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ജെ.പി. നദ്ദ തുടരാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി വിശദമായ ചർച്ച നടത്തേണ്ടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അത്തരം ഒരു ചർച്ചകളിലേക്ക് പോകാതെ അല്പം ഒരു ഇടവേള എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും ഇത്തവണ RSS ഈ ബി.ജെ.പി. ദേശീയ അധ്യക്ഷ പദവി നിശ്ചയിക്കുമ്പോൾ നിർണായകമായ റോൾ വഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും പ്രത്യേക താല്പര്യമെടുത്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജെ.പി. നദ്ദ ആ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വന്നത്. ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ RSSും കൃത്യമായ ഒരു റോൾ, എല്ലാ കാലത്തും RSSൻ്റെ കൂടി താല്പര്യം പരിഗണിക്കാറുണ്ട്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ RSSൻ്റെ താല്പര്യത്തിന് കൂടുതൽ മുൻഗണന ലഭിക്കുമെന്നും അഭിപ്രായങ്ങൾ, അത്തരത്തിലുള്ള ഒരു അഭിപ്രായവും പൊതുവെ ഉണ്ട്.
ഓക്കെ, വ്യക്തമാണ്. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.